എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സ്ഥിരമായിട്ട് ഓംലെറ്റോ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഓംലെറ്റാണ് കഴിക്കൽ. അതിൽ മെയിനായിട്ട് ഇപ്പം കഴിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഒരു ഐറ്റം. മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ ഓംലെറ്റ്, ചില സമയത്ത് എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സലാഡ് ട്രൈ ചെയ്താലോ എന്ന്. സലാഡിന് എപ്പോഴും അതിനെ നമുക്ക് രുചികരമാക്കി തരുന്നത് അതിൻ്റെ ഡ്രസ്സിങ്ങാണ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ കയ്യിൽ അവക്കാഡോ ഇരിപ്പുണ്ട്. അപ്പോൾ അവക്കാഡോ വെച്ച് ഉണ്ടാക്കിയ ഒരു സലാഡാണിത്. അവക്കാഡോ മയണൈസാണ് ഞാൻ ഇതിലേക്ക് ഡ്രസ്സിങ്ങായിട്ട് ഉപയോഗിച്ചത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ പുഴുങ്ങിയ മുട്ടയും ഒരു അവക്കാഡോയും പിന്നെ ഫെറ്റ ചീസ് ഉണ്ട്. അപ്പോൾ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അവക്കാഡോ സ്കൂപ്പ് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓയിലൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. വേണമെന്നുണ്ടെങ്കിൽ 2-3 സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവക്കാഡോ ഇട്ടതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പും ആവശ്യത്തിന് കുരുമുളകുമാണ്. ഞാനിവിടെ ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരു 3 സ്പൂണോളം ഫുൾ ഫാറ്റ് യോഗട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർക്കാം. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. ബെൽ പെപ്പറും പച്ചമുളകും സവാളയും കുറച്ച് മല്ലിയിലയും 2 കോഴിമുട്ട പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചീസ് എന്ന് പറയുമ്പം ഒലിവുകായ മിക്സ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഒലിവുകായൻ്റെ പീസൊക്കെ കിട്ടും. ഇതുപോലെ തന്നെ ചുവപ്പ് ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുള്ള ചീസൊക്കെ വാങ്ങാൻ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് ഐറ്റമാണോ ഉള്ളത്, ഏത് ചീസാണോ പനീറാണോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് കൂടിയാണ്. അപ്പോൾ 2 ആൾക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു 150-200 ഗ്രാം ഉണ്ടാകും ഞാൻ ഈ ചീസ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഞാൻ മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മയണൈസ് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അരയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമോ അല്ലെങ്കിൽ വീണ്ടും യോഗട്ടോ ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല തിക്കായിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ടി എനിക്ക് പാകമായിട്ടുണ്ട്. ഞാൻ പിന്നീട് ലൂസാക്കി കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി പാലോ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപ്പോ കുരുമുളകോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയാണ്. ഇത് കഴിച്ചിട്ടുള്ള റിവ്യൂ താഴെ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഓംലേറ്റ് തന്നെ കഴിക്കുമ്പം നല്ലൊരു സലാഡ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. യാതൊരു വിധ ഓയിലും ചേർത്ത് കൊടുത്തിട്ടില്ല. നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ബോട്ടിലിൻ്റെ മയണൈസിൽ വെജിറ്റബിൾ ഓയിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ ഒലിവ് ഓയിലിൻ്റെ മയണൈസൊക്കെ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിലും വാങ്ങുമ്പോൾ നന്നായിട്ട് ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയിട്ട് പൊമോസ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി സലാഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.